അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഏറ്റവും ആദരണീയനായ ഈ മഹത്തായ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മളോട് ഈ പൊതുസമ്മേളനത്തിൽ വെച്ച് സംസാരിക്കാനിരിക്കുന്ന കേരളത്തിൻ്റെ ആദരണീയനും ബഹുമാനീയനുമായിട്ടുള്ള ജനനായകൻ, നമ്മുടെയൊക്കെ സ്നേഹഭജനമായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ, ഇവിടെ സന്നിഹിതനായിട്ടുള്ള ഇവിടുത്തെ വിവിധങ്ങളായ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും ആദരണീയരായ കേരളത്തിൻ്റെ നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായിട്ടുള്ള, ദീർഘകാലം നമ്മുടെ ഈ പ്രദേശത്തെ നിയമസഭയിൽ പ്രതിനിധാനം ചെയ്ത വ്യക്തി കൂടിയായ നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവറുകളെ, പാർലമെൻറ്റിൽ പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, മർദ്ദിതർക്ക് വേണ്ടി പൊരുതുന്ന, തൻ്റെ രാജ്യം തന്നെ ഒരു കർമ്മമണ്ഡലമായി തീർത്ത പ്രിയങ്കനായ ഈ മണ്ഡലത്തെ, പൊന്നാനിയെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിൽ 3 തവണ പ്രതിനിധാനം ചെയ്യുകയും ചെയ്ത പ്രിയങ്കനായ ET മുഹമ്മദ് ബഷീർ സാഹിബ് അവരുകളെ, കേരളത്തിൽ മലപ്പുറത്തിൻ്റെ ജനങ്ങളുടെ സ്നേഹനിധിയായി, സ്നേഹവചനമായി മാറിക്കഴിഞ്ഞ, ജനങ്ങളോട് ഇത്രയേറെ അടുത്ത് പ്രവർത്തിക്കാൻ സന്നദ്ധനായിട്ടുള്ള, നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറിയിട്ടുള്ള ഒരു ജില്ലാ ഭരണ മേധാവിയാണ് നമുക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് VR വിനോദ് IAS. ഈ വേദിയിൽ സദസ്സിൽ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയങ്കനായ VR വിനോദ് IAS അവരുകളെ, ഏറ്റവും പ്രിയങ്കരിയായ ജില്ലാ മെഡിക്കൽ ഓഫീസർ പ്രിയങ്കരിയായ ഡോക്ടർ രേണുക, മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ കൂടിയായിട്ടുള്ള സമീർ മച്ചിങ്ങൽ, കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ പ്രിയപ്പെട്ട ഡോക്ടർ KP വഹീദ, തണൽ വടകര തണൽ എന്ന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ഇദ്രീസ്, IMB-യുടെ കേരള ചാപ്റ്ററിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ PA കബീർ സാഹിബ്, ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ സുഹൃത്തും യുവ സുഹൃത്തും, നമ്മുടെയൊക്കെ ഒരു തേങ്ങലായി ഇന്നും നിലനിൽക്കുന്ന, ഇതിൻ്റെയൊക്കെ അസ്ഥിവാരമിട്ട ഏറ്റവും പ്രിയങ്കരനായിരുന്ന AP അസ്ലമിൻ്റെ ഓമനപുത്രൻ കൂടിയായിട്ടുള്ള പ്രിയങ്കനായ റാഷിദ് അസ്ലം, ഇവിടെ കൃതജ്ഞത രേഖപ്പെടുത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രിയങ്കനായ സുഹൃത്തു കൂടിയായിട്ടുള്ള AP സബാഹ്, ഇതിൻ്റെ ചെയർമാൻ AP അബ്ദുസ്സമദ് സാഹിബ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ, മറ്റു ജനപ്രതിനിധികൾ, ജനനായകർ, മറ്റു പ്രിയങ്കരായിട്ടുള്ള എൻ്റെ പ്രിയങ്കരായ ജ്യേഷ്ഠാഞ്ചന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, ഇങ്ങനെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ട്. ഒരു കുടുംബത്തിൻ്റെ ഈ പ്രദേശത്തെ ഏറ്റെടുക്കാൻ സന്നദ്ധമായതിൻ്റെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പ്രിയങ്കനായ റാഷിദ് ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പദ്ധതികളെക്കുറിച്ച്, അവരുടെ ഇടപെടലുകളെക്കുറിച്ച് ഒക്കെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ഞാനിങ്ങനെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഇതിവർ മാത്രമല്ല, ഇവിടെ കാലം മുതൽക്കല്ല, ഇവിടെ പിതാവിൻ്റെയും പിതാമഹന്മാരുടെയും കാലം മുതൽക്കുള്ള ഒരു ഉറവയാണ്, ഒരു വലിയ പുഴയായി ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആനപ്പടിക്കൽ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ചുമതലകളും ഉത്തരവാദിത്വങ്ങളും വളരെ വാചാലമാണ്. ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നെനിക്കറിയാം. അത് ഓരോരുത്തർക്കും ഇവിടെ വെച്ച് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് അനുഭവമുണ്ട്, അനുഭവസ്ഥരാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ സംസാരിക്കാൻ, വിശദീകരിക്കാൻ ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെയുള്ള പ്രസ്ഥാനങ്ങൾ, സ്ഥാപനങ്ങൾ, അൻസാർ അറബിക് കോളേജ് മുതൽക്ക് ഇങ്ങോട്ട് അതിന് കീഴിൽ നടക്കുന്ന സംരംഭങ്ങൾ, 2000 തുടങ്ങിയ തണലും അതുവഴി തണലേകുന്ന
വിഭാഗങ്ങളും. ഇപ്പോൾ അതിനേക്കാൾ വിപുലമായ രീതിയിൽ വീടിനോട് ചേർന്ന് പൊന്നും വിലയുള്ള ഭൂമി 1 ഏക്കർ ഇതിനു വേണ്ടി നീക്കി വെച്ചുകൊണ്ടാണ് ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി അവർ നിയത്ത് വെക്കുകയും അതിന് സമാരംഭം കുറിക്കാൻ പോയത്. ഇന്ന് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അത് പ്രവൃത്തി പദത്തിൽ എത്തുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നാട് മുറിച്ചുകൊണ്ട് ഏറ്റവും പ്രിയങ്കരനായ നേതാവ്, പ്രിയങ്കരനായ തങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ സംസാരിക്കാൻ ഇരിക്കുകയാണ്. ഇവിടെ ഞാൻ കുട്ടിക്കാലം ഇവിടെ ഇതിന് ചുറ്റുവട്ടം വളർന്ന ഒരാളാണ്. പ്രവാചകന് ത്വായിഫ് എന്നതുപോലെ എനിക്ക് കൽപ്പകഞ്ചേരി എൻ്റെ ഉമ്മാൻ്റെ നാടാണ്. ഇവിടെ അയൽക്കാരാണ്, ഇതിൻ്റെ ഓരമാണ്, ഇതിൻ്റെ തൊട്ടടുത്ത വീടാണ്. അതുകൊണ്ട് തന്നെ ഉമ്മ പറഞ്ഞ അറിവും കേട്ടറിവും എല്ലാം ഉണ്ട്. ഇവിടെ പിതാവും പിതാമഹനും വല്യപ്പ വളരെ പ്രതിഭാശാലിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇന്നും അവരുടെ സ്മരണകൾ പള്ളി ദർശകളിൽ പോയാൽ ദർശിക്കാൻ, അനുഭവിക്കാൻ സാധിക്കും. കൽപ്പകഞ്ചേരിയിൽ വലിയൊരു പള്ളി ദർശനം നടത്തിയിരുന്നു. ഇവിടെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായി പോയ ഒരു വനിതാ ദർസ് ഉണ്ടായിരുന്നു, പെൺകുട്ടികൾക്ക് വേണ്ടി ദർസ്. ചിലപ്പോൾ ചുറ്റുവട്ടത്തൊന്നും അത് പറഞ്ഞ് കേട്ടറിവുണ്ടാവില്ല. ആ ദർസിൽ പഠിച്ച ഒരാളാണ് എൻ്റെ ഉമ്മ. അവിടെ അവർക്കുള്ള കിതാബുകൾ, ഈ സമദ് സാഹിബിൻ്റെയും മറ്റും പിതാവ്, മുദീൻ കുട്ടി എന്ന പീച്ച് മാസ്റ്ററുടെ പിതാവ്, മമ്മു ഹാജി എന്ന് പറയുന്നയാൾ സ്വന്തം കൈപ്പടയിൽ എഴുതി ഉണ്ടാക്കിയ കിതാബുകൾ ഈ പള്ളി ദർസുകളിലുണ്ട്, അവിടുത്തെ ലൈബ്രറികളിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ അച്ചടിയേക്കാൾ വെല്ലുന്ന തരത്തിലുള്ള കൈയെഴുത്ത് കിതാബുകൾ ഒന്ന് കൊണ്ടുവന്ന് അത് എത്രയോ മാസങ്ങൾ കൊണ്ട് എഴുതി അത് വിതരണം നൽകി, അങ്ങനെ ഓരോന്നും ഇല്ലാത്ത കിതാബുകൾ പള്ളി ദർസിൽ നിറക്കാൻ കൈയക്ഷരം കൊണ്ട് എഴുതി ഒപ്പിച്ച് ഉണ്ടാക്കി കിതാബുകൾ തയ്യാറാക്കിയ ചരിത്രമുണ്ട് ഇവരുടെ പിതാമഹൻ. അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങിയ പിതാവ് പീച്ച് മാസ്റ്റർ, മുദീൻ കുട്ടി എന്ന പീച്ച് മാസ്റ്റർ, മെല്ലിച്ച ശോഷിച്ച ഒരാൾ, ആൾക്കൂട്ടത്തിൽ നിന്നാൽ തല ഉയർന്നു കാണും. അദ്ദേഹം ഒരു സഞ്ചരിക്കുന്ന ക്ലിനിക്കായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ റീഹാബിലിറ്റേഷൻ സെൻ്ററുകളും അതേപോലെ ക്ലിനിക്കുകളും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഒരുക്കുമ്പോൾ, സ്ഥാപനവൽക്കരിക്കുമ്പോൾ പീച്ച് മാസ്റ്ററുടെ കാലത്ത് അതൊക്കെ ഒരു ബാഗിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു കറുത്ത ബാഗും പിടിച്ച് ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ നടക്കുന്ന ഒരു വലിയ മനുഷ്യൻ അധ്യാപകനായിരുന്നു. എന്നാൽ ഇവിടുത്തെ എല്ലാ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്ന ഒരു സാന്നിധ്യമായിരുന്നു. ഇഞ്ചക്ഷൻ ചെയ്യാൻ, അത്യാവശ്യം മരുന്ന് കൊടുക്കാൻ, ആളുകൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകാൻ, അതിനൊക്കെയുള്ള പ്രാപ്തമായ ഒരു അധ്യാപക പ്രതിഭയായിരുന്നു പീച്ച് മാസ്റ്റർ. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും രാഷ്ട്രീയ മണ്ഡലങ്ങളിലും വളരെ തന്നെ ഉദിച്ചു നിന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇളയ സന്താനമാണ് AP അസ്ലം. AP അസ്ലം 37ാമത്തെ വയസ്സിലാണ് നമ്മോട് ഇവിടെ പറയുന്നത്. നട്ടുച്ചക്ക് കൂരിരുട്ട് എന്ന് പറയുന്ന ഒരു അനുഭവമാണ് ഈ നാട്ടുകാർക്ക് അന്നും ചിലപ്പോൾ ഓർക്കുമ്പോൾ ഇന്നും അനുഭവപ്പെടുന്നത്. ഒരു 37കാരൻ്റെ അന്ത്യം, പക്ഷെ ഇന്നും തേങ്ങൽ അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കൽപ്പകഞ്ചേരി, വളവന്നൂർ പഞ്ചായത്തുകളിൽ പ്രത്യേകിച്ച് അസ്ലം എന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്നും ആളുകൾ ഓർക്കുന്നുണ്ടാകും. 100 കണക്കിന് വീടുകളിൽ കഞ്ഞി വെക്കാൻ വക കിട്ടിയത് ആ ഒരു വ്യക്തിയുടെ യുവസുഹൃത്തിൻ്റെ കഴിവുണ്ടായി, ഇടപെടൽ കൊണ്ടായി. ധാരാളം ആളുകൾ ഇന്ന് കൽപ്പകഞ്ചേരി പഴയ കൽപ്പകഞ്ചേരി അല്ല, വളവന്നൂർ ഇന്ന് പഴയ വളവന്നൂരല്ല. ഗൾഫിലേക്ക്, വിദേശങ്ങളിലേക്ക് വിസയും ടിക്കറ്റും അയച്ചു കൊടുത്ത് ഏറ്റവും പാവങ്ങളായ ആളുകളെ നോക്കിയെടുത്ത് പെറുക്കിയെടുത്ത് കൊണ്ടുപോയി ജീവിക്കാൻ, പച്ചപിടിപ്പിക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ നമുക്ക് പകരം കൊടുക്കാൻ ഒന്നും കഴിയില്ല എന്ന വിശ്വാസം എനിക്കുണ്ട്. അദ്ദേഹത്തിന്, അസ്ലമിന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക്
ഇപ്പോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ പാത തുടർന്നുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങൾ പ്രഗത്ഭനായ എ പി അബ്ദുൽ സമദ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഈ ട്രസ്റ്റിലെ എല്ലാ അംഗങ്ങളും അതിന് വളരെയേറെ ശ്രദ്ധേയമായ രീതിയിൽ നേതൃത്വപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു വരികയാണ്. ആ പല പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സെന്ററിന് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. പല പദ്ധതികളും ഇതിനു മുമ്പ് തുടങ്ങിയത് ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇവിടെ ഈ സ്ഥാപനം ഇന്നു മുതൽക്ക് വളവന്നൂർ, കൽപ്പകഞ്ചേരി, മാറാക്കര, ചെറിയമുണ്ടം, ആദവനാട് പഞ്ചായത്തുകളിലുള്ള ഒരു ഗതിയുമില്ലാതെ കിടക്കുന്ന ആളുകളുണ്ട്. ചില ജന്മങ്ങളെ കൊണ്ട് തന്നെ ആളുകൾ കണ്ണീരൊഴുക്കി കഴിയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അവർക്കൊക്കെ ആശ്വാസമേകാൻ ഇതാ ഒരു സ്ഥാപനം നമ്മുടെ മുമ്പിൽ ഇന്ന് തുറന്നു കിട്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട തരത്തിലുള്ള ചികിത്സ നൽകാൻ, ശുശ്രൂഷ നൽകാൻ, പരിശീലനം നൽകാൻ എല്ലാ ഒരുക്കത്തോടും കൂടിയാണ് ഈ സെന്റർ ജനങ്ങൾക്ക് ഈ കുടുംബ ട്രസ്റ്റ് സമർപ്പിക്കുന്നത്. ഞാൻ ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഈ ട്രസ്റ്റിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ മാത്രം ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. അള്ളാഹു ഈ പ്രവർത്തനങ്ങൾ കബൂലാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.